കർത്താവിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായിരിക്കുന്ന മാത്തുക്കുട്ടി അച്ഛൻ, കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ വചനം നമ്മളെ ആശ്വസിപ്പിക്കുന്നതാണ്, സാന്ത്വനപ്പെടുത്തുന്നതാണ്. തകർന്ന ഹൃദയങ്ങൾക്ക് ഉള്ള ജീവ ഔഷധമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നതും. ദൈവവചനത്താൽ സ്വാധീനിക്കപ്പെട്ട ഒന്ന് രണ്ട് വ്യക്തികളെ ആദ്യം പരിചയപ്പെടുത്തുകയാണ്. പ്രശസ്ത സാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയ് അദ്ദേഹത്തിൻ്റെ 50-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം നിരാശയിലേക്ക് വീഴുകയാണ്. ആത്മഹത്യയെപ്പറ്റി അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹം തൻ്റെ ചുറ്റുപാടുമുള്ള സാധാരണക്കാരായ മനുഷ്യരെ ഒന്ന് ശ്രദ്ധിച്ചു. ആ സാധാരണക്കാരായ മനുഷ്യർ വളരെ സന്തോഷത്തോടും സംതൃപ്തിയോടും ജീവിക്കുന്നതാണ് അദ്ദേഹം കാണുന്നത്. എന്താണ് അതിൻ്റെ കാരണമെന്ന് അദ്ദേഹം ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, വിശുദ്ധ വേദവചനത്തിൻ്റെ നിരന്തരമായ വായനയും ധ്യാനവുമാണ്. അങ്ങനെ ലിയോ ടോൾസ്റ്റോയി ദൈവവചനത്തിലേക്ക്, വിശുദ്ധ വേദത്തിലേക്ക് തിരിയുകയാണ്. അദ്ദേഹം പിന്നീട് കഥകളൊക്കെ എഴുതുമ്പം വിശുദ്ധ വേദപുസ്തകം ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു കഥയുണ്ട്, സ്നേഹമുള്ളിടത്ത് ദൈവമുണ്ട്. അതിൽ കഥ വിശാലമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെങ്കിൽ മാർട്ടിൻ എന്ന് പറഞ്ഞൊരു ചെരുപ്പ് കുത്തിയുടെ കഥയാണ്. ഈ മാർട്ടിൻ വളരെയധികം തകർന്നുപോയി. തൻ്റെ ഭാര്യ മരിച്ചു, തൻ്റെ ഏക മകൻ മരിച്ചു. മദ്യപാനത്തിലേക്ക് അദ്ദേഹം തിരിയുകയാണ്. വളരെ സങ്കടപ്പെട്ട് ജീവിക്കുമ്പോഴാണ് ഒരു തീർത്ഥാടകൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുന്നത്. സങ്കടമൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കിനി ജീവിക്കണ്ട, മരിച്ചാൽ മതി. അപ്പോൾ ഈ തീർത്ഥാടകൻ മാർട്ടിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കണം. യേശുവിന് വേണ്ടി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. മാർട്ടിൻ വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. ക്രമേണ അദ്ദേഹം ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ ലിയോ ടോൾസ്റ്റോയ് ഈ കഥ എഴുതുന്നതിൻ്റെ കാരണം തൻ്റെ അനുഭവത്തിൽ വിശുദ്ധ വേദപുസ്തകം ആത്മഹത്യയിൽ നിന്നും തന്നെ വീണ്ടെടുത്ത ഒരനുഭവം ലിയോ ടോൾസ്റ്റോയ് ഉള്ളതുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഈ കഥ അദ്ദേഹം അവിടെ എഴുതി വെക്കുകയാണ്. അപ്പോൾ വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ സങ്കടങ്ങൾക്ക്, ഞങ്ങളുടെ ദുഃഖങ്ങൾക്കൊരു പരിഹാരമാണ്. ഞാൻ മറ്റൊരു പ്രശസ്തനായ റഷ്യൻ എഴുത്തുകാരനെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ദസ്തോയോവ്സ്കി എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ. അദ്ദേഹത്തെ സൈബീരിയ എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് നാടുകടത്തുകയാണ്. അവിടെ കൊടും തണുപ്പാണ്, ഏകാന്ത തടവറയാണ്. ആ ഏകാന്ത തടവറയിൽ കിടന്നപ്പോൾ അദ്ദേഹം നിരാശയിലേക്ക് പോകുന്നുണ്ട്. ആ നിരാശയെ അദ്ദേഹം അതിജീവിക്കുന്നത് പുതിയ നിയമം വായിച്ചുകൊണ്ടാണ്. പുതിയ നിയമ പുസ്തകം, ആ പുതിയ നിയമ പുസ്തകമാണ് അദ്ദേഹത്തിന് പ്രത്യാശ ഉണ്ടാക്കി കൊടുത്തത്. അദ്ദേഹത്തിൻ്റെയും നോവലുകളിലും ഒക്കെ വിശുദ്ധ വേദപുസ്തകം ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിൻ്റെ വചനം നമ്മളെ ആശ്വസിപ്പിക്കും, സമാധാനം നൽകും, ശാന്തി നൽകും. നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ധാരാളം പരിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. ധാരാളം പേരെ പരിചയപ്പെടുത്താം, പക്ഷേ ഞാൻ ഒരാളെ കൂടെ പരിചയപ്പെടുത്തിയിട്ട് എൻ്റെ ആ ഭാഗത്തുനിന്ന് ഞാൻ മാറുകയാണ്. വിശുദ്ധ അഗസ്റ്റീനോസ് എന്ന് പറഞ്ഞ വിശുദ്ധനായ അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലം എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടൊക്കെയുള്ള കാലമായിരുന്നു. പക്ഷെ അദ്ദേഹം മാനസാന്തരത്തിലേക്ക് വരുന്നത് വിശുദ്ധ അംബ്രോസ് എന്ന് പറഞ്ഞ, മിലാനിലെ ബിഷപ്പായ വിശുദ്ധ അംബ്രോസ് എന്ന് പറഞ്ഞ ആളിനെ കണ്ടുമുട്ടിയതിന് ശേഷമാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോഴേ ഒരു കൊച്ചുകുട്ടി വിളിച്ചു പറയുന്ന ഒരു ശബ്ദം കേട്ടെന്നാണ് പറയുന്നത്. ആ കൊച്ചുകുട്ടി വിളിച്ചു പറയുന്നത് ഇപ്രകാരമാണ്, എടുത്തു വായിക്കൂ, വിശുദ്ധ വേദപുസ്തകം എടുത്തു വായിക്കാൻ പറഞ്ഞു. അങ്ങനെ നിരന്തരമായി ഈ കുട്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം വിശുദ്ധ വേദപുസ്തകം എടുത്തു വായിച്ചു.
അതായത് ആദ്യം കിട്ടിയ വിശുദ്ധ വേദവചനം ഇതായിരുന്നു. റോമാലേഖനം 13:14 വാക്യങ്ങളാണ്. അവിടെ പ്രകാരമാണ് പറയുന്നത്: പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കാം, വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലും അല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. ഈ വേദവാക്യമാണ് അദ്ദേഹത്തിൽ വലിയ മാനസാന്തരം ഉണ്ടാക്കിയത്. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളണം. പിണക്കത്തിലോ അസൂയയിലോ ദുഷ്കാമങ്ങളിലോ അല്ല ജീവിതം നയിക്കേണ്ടത്, മറിച്ച് യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളണം. ഞാൻ ആമുഖവാക്ക് പറഞ്ഞതേ, വിശുദ്ധ വേദവചനം മനുഷ്യനെ മനസ്സാന്തരപ്പെടുത്തും, മനുഷ്യന് സാന്ത്വനം നൽകും, മനുഷ്യന് പ്രതീക്ഷകൾ നൽകും, മനുഷ്യൻ്റെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചില പ്രത്യേകതകളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളുമായിട്ട് ചിന്തിക്കുന്ന ഒരു പ്രധാന വിഷയം ദൈവത്തിൻ്റെ കൃപയെ പറ്റിയാണ്. ദൈവകൃപ. ധാരാളം വിശുദ്ധ വേദവാക്യങ്ങൾ ദൈവകൃപയെ പറ്റിയുണ്ട്. പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ദൈവകൃപ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പരിശുദ്ധനായ പൗലോസ്ലീഹായാണ്. കാരണം ദൈവകൃപയിൽ നിറഞ്ഞു ജീവിച്ച ഒരാളാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ. പത്രോസ്ലീഹയുടെ ലേഖനത്തിലും ദൈവകൃപയെ പറ്റിയുള്ള ആശയങ്ങളുണ്ട്. എഫേസ്യ ലേഖനം 2-ാം വാക്യം: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. കൃപ ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. 2-ാം 5-ാം വാക്യത്തിൽ അതേ ആശയം തന്നെ പറയാണ്: കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ദാനമാണ്, നമ്മുടെ മെറിറ്റ് അല്ല. എന്താണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ? അനർഹരായവർക്ക് ദൈവം നൽകുന്ന സൗജന്യമാണ് ദൈവത്തിൻ്റെ കൃപ. അർഹതയില്ലാത്തവർക്ക് കിട്ടുന്ന സമ്മാനം. കുറ്റവാളികളായ പാപികളോട് അവരുടെ പോരായ്മകളെ അവഗണിച്ചുകൊണ്ട് സ്വതന്ത്രമായി കാണിക്കുന്ന ദൈവസ്നേഹമാണ് ദൈവകൃപ. ദൈവകൃപ കിട്ടുമ്പോൾ പാപികളിലേക്ക് ദൈവകൃപ ഒഴുകി വരികയാണ്. ദൈവത്തിൻ്റെ കൃപ അവൻ പാപിയാണോ എന്ന് പരിഗണിക്കാതാണ് ദൈവത്തിൻ്റെ കൃപ ഒഴുകി വരുന്നത്. സൗജന്യമായിട്ടാണ് തരുന്നത്. റോമാലേഖനം 3:24: എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു, എന്നാൽ അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടാണ് നീതീകരിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ കൃപ സൗജന്യമായി തന്നിട്ട് നമ്മളെ നീതീകരിക്കുകയാണ്. ദൈവം തൻ്റെ കൃപ നമ്മൾ പാപികളാണോ എന്ന് പരിഗണിക്കാതെ നമ്മളിലേക്ക് തന്ന് നമ്മളെ നീതീകരിക്കുകയാണ്. അപ്പം കൃപയുടെ ഉറവിടം ആരാണ്? കൃപയുടെ ഉറവിടം ദൈവമാണ്. ക്രിസ്തുവിലൂടെയാണ് ഈ കൃപ മനുഷ്യനിലേക്ക് വരുന്നത്. കൃപയുടെ ഉറവിടം ദൈവമാണ്. പക്ഷേ ഈ കൃപ നമ്മളിലേക്ക് വരുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. ദൈവകൃപയുടെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണ് ക്രിസ്തുവിൻ്റെ ജനനം, ക്രിസ്തുവിൻ്റെ മരണം, ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ദൈവത്തിൻ്റെ കൃപ പാപികളായ മനുഷ്യനിലേക്ക് ചൊരിയുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു ജനിച്ചതും ക്രിസ്തു മരിച്ചതും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതും. ഇതെല്ലാം ദൈവകൃപയുടെ വെളിപ്പെടുത്തലാണ്. 2 കൊരിന്ത്യർ 8:9: നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇപ്പം യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. യേശുക്രിസ്തു അത് ഫിലിപ്പിയ ലേഖനത്തിലും ആശയമുണ്ട്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസവേഷമെടുത്ത് ഭൂമിയിലേക്ക് വന്നു. യേശുക്രിസ്തു സമ്പന്നനായിരുന്നു, പക്ഷെ ആ സമ്പത്ത് നമുക്ക് വേണ്ടി യേശു ആരായി മാറി? ദരിദ്രനായി മാറി. അത് നമ്മളിലേക്ക് ദൈവത്തിൻ്റെ കൃപ ചൊരിഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പം ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്.
ഈ കൃപയുള്ളവനായിരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണെന്നാണ് പറയുന്നത്. ദൈവത്തിന് ധാരാളം സ്വഭാവങ്ങളുണ്ടല്ലോ. അപ്പം ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്വഭാവമാണ് കൃപയുള്ളവനായിരിക്കുക. പുറപ്പാട് പുസ്തകത്തിൽ 34:6 യഹോവയെ പറ്റി പറയുന്നത് പ്രകാരമാണ്: യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ. യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ. തീർന്നില്ല, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ. ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്. യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, മഹാദയവാനാണ്, വിശ്വസ്തനാണ്. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് സങ്കീർത്തനത്തിലൊക്കെ ഉണ്ട്, ഒത്തിരി ധാരാളം വേദവാക്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സങ്കീർത്തനം 86:15. അപ്പം ദൈവസ്നേഹത്തിൻ്റെയും കരുണയുടെയും ക്ഷമയുടെയും പ്രകടനമാണ് ദൈവത്തിൻ്റെ കൃപ. ദൈവകൃപ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നു, ദൈവം നമ്മളോട് ക്ഷമിക്കുന്നു. ഇതൊക്കെ ദൈവകൃപയുടെ പ്രകടനമാണ്. ബോൺഗോഫർ എന്ന് പറഞ്ഞ പ്രശസ്തനായ ജർമ്മൻ തിയോളജിയൻ, അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ നാസി ഭരണകാലഘട്ടത്തിൽ തൂക്കിലേറ്റ് കൊല്ലുകയായിരുന്നു. വളരെ പ്രശസ്തനായ ഒരു ജർമ്മൻ തിയോളജിയനാണ്. ജർമ്മനിയിൽ നാസി ഭരണകാലഘട്ടത്തിൽ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയായിരുന്നു 1945 ഏപ്രിൽ 9. അപ്പം അദ്ദേഹം ഈ കൃപയെപ്പറ്റി പറയുന്ന ഒരു കൊട്ടേഷൻ ഇപ്രകാരമാണ്: നമ്മൾ നീതീകരിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളായ കൃപയെ സ്വീകരിച്ച് അവയിൽ ആശ്രയിക്കുന്നതിലൂടെയാണ്. നമ്മളെ ദൈവം നീതീകരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ദൈവകൃപ. അതിനെ സ്വീകരിക്കുകയും അതിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. അപ്പം ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ ആശ്രയിക്കണം. ഗ്രേസ്, നമുക്കറിയാം കൃപയ്ക്ക് ഉള്ള ഒരു ഇംഗ്ലീഷ് പദം ഗ്രേസ് എന്നാണ്. ഗ്രേസിൻ്റെ 5 അക്ഷരങ്ങളാണ് ഗ്രേസിലുള്ളത്. ഞാനത് ഓരോ അക്ഷരത്തിൻ്റെ ഓരോ പ്രത്യേകതകൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഗ്രേസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം ജി ആണ്. ജി എന്ന് പറയുമ്പോൾ ജനറോസിറ്റി. ജനറോസിറ്റി എന്ന് പറഞ്ഞാൽ മഹാമനസ്കത കാണിക്കുന്നതിനെയാണ്, ഔദാര്യം കാണിക്കുന്നതിനെയാണ്, ദാനശീലം നടത്തുന്നതിനെയാണ്. അപ്പോൾ ഗ്രേസ് ഉള്ളവർ എപ്പോഴും എന്തായിരിക്കും? ഔദാര്യം കാണിക്കുന്നവരും മഹാമനസ്കതയുള്ളവരും ആയിരിക്കും ഗ്രേസ് ഉള്ളവർ. ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുമ്പോൾ ദൈവം നമ്മളോട് ധാരാളം ഔദാര്യം കാണിച്ചിട്ടുണ്ട്. ദൈവം നമ്മളോട് ധാരാളം ദാനങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ കൃപാവരങ്ങളെ പറ്റിയൊക്കെ പറയാൻ എനിക്ക് സമയമില്ല, പക്ഷേ ഞാൻ പറയട്ടെ. കൃപാവരങ്ങളെ പറ്റി പറയുമ്പോൾ വിവിധങ്ങളായ കൃപാവരങ്ങളാണ് ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യമനുസരിച്ചുള്ള കൃപാദനങ്ങൾ ദൈവം നമുക്ക് സൗജന്യമായി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഗ്രേസ് എന്ന് പറയുമ്പോൾ ജനറോസിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ദ വിൽ ടു ഡു സംതിങ് മോർ ഫോർ അതേഴ്സ്. ദ വിൽ ടു ഡു സംതിങ് മോർ ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതിനുള്ള മഹാമനസ്കതയാണ്, ഔദാര്യമാണ്. ഞാൻ ഔദാര്യം കാണിച്ച ഒരു സഭയെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു സഭയാണ് 2 കൊരിന്ത്യർ 8:1. 2 കൊരിന്ത്യർ 8:1 മക്കതോനിയ സഭ. ആ മക്കതോനിയ സഭയുടെ ഒരു പ്രത്യേകത ഇവിടെ പറയുന്നത്: മക്കതോനിയ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. എന്തായിരുന്നു അവർക്ക് കിട്ടിയ ദൈവകൃപ? കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കുവാൻ കാരണമായി തീർന്നു. മക്കതോനിയ സഭയ്ക്ക് കിട്ടിയ ദൈവകൃപ എന്താണെന്ന് മനസ്സിലായി കാണും നിങ്ങൾക്ക്. എന്തായിരുന്നു? അവർ കഷ്ടതകളിൽ കൂടി കടന്നുപോയിട്ടും ഔദാര്യം കാണിച്ചു. അവർ ദരിദ്രരായിരുന്നിട്ടും ഔദാര്യം കാണിച്ചു. ആർക്കാണ്? യെരുശലേമിലെ സഭയ്ക്കൊരു മുട്ടുണ്ടായപ്പോൾ അവരെ സഹായിക്കുവാൻ ഈ മക്കതോനിയ സഭ തയ്യാറായി എന്നുള്ളതാണ്. മക്കതോനിയ സഭ കഷ്ടതയിലൂടെ കടന്നു പോകുന്നു. ധാരാളം പീഡനങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു. അതായത് യഹൂദന്മാരിൽ നിന്നും മറ്റ് റോമൻ ഗവൺമെൻറ്റിൽ നിന്നുമൊക്കെ ധാരാളം പീഡനങ്ങളിൽ കൂടി കടന്നുപോയിട്ടും അവർക്ക് ദാരിദ്ര്യമുണ്ടായിട്ടും അവരെന്ത് ചെയ്തു? ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞപ്പോൾ മഹാമനസ്കത കാണിച്ചു, ഔദാര്യം കാണിച്ചു എന്നുള്ളതാണ്. അപ്പം കൃപ ലഭിക്കുമ്പം നമ്മൾ ചില നല്ല പ്രവർത്തികളൊക്കെ ചെയ്യണം. വിശുദ്ധ അഗസ്റ്റിനോസ്, നേരത്തെ ഞാൻ അഗസ്റ്റിനോസിനെ പറ്റി അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തെ പറ്റി പറഞ്ഞായിരുന്നു. വിശുദ്ധ അഗസ്റ്റിനോസ് പറയുന്ന ഒരു കാര്യമുണ്ട്:
നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്തതുകൊണ്ടല്ല, നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ കഴിയേണ്ടതിനാണ് ദൈവം നമുക്ക് കൃപ നൽകുന്നത്. ദൈവം നമുക്ക് കൃപ നൽകുന്നത് എന്തിനാ? നല്ല പ്രവർത്തികൾ ചെയ്തവർക്കല്ല ദൈവം കൃപ നൽകിയത്. ഞാൻ നേരത്തെ പറഞ്ഞു, പാപികൾക്കാണ് ദൈവം കൃപ കൊടുത്തത്. പക്ഷെ എന്തിനാണ് ദൈവം നമുക്ക് കൃപ തരുന്നത്? നല്ല പ്രവർത്തികൾ ചെയ്യേണ്ടതിനാണ് ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നത്. ആ കൃപ എന്തിനും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ഔദാര്യം ധാരാളം കാണിക്കുന്നവരാണ്. പക്ഷെ നമുക്കൊരു ഔദാര്യം കാണിക്കുമ്പോൾ നമ്മുടെ ഒരു വിഷയം എന്താണെന്നറിയാം, നമ്മൾ ഔദാര്യം കാണിക്കുമ്പം ഈ കൊടുത്ത കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും, പക്ഷെ സ്വീകരിച്ചത് എപ്പോഴും മറക്കുന്നവരാണ് നമ്മൾ. നേരെ തിരിച്ചാണ് വേണ്ടിയത്. നമ്മൾ കൊടുക്കുന്നതിനെ മിക്കപ്പോഴും നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരികയും മറ്റുള്ളവരിൽ നിന്ന് നന്മ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾ മറന്നു പോവുകയും ചെയ്യും. പക്ഷേ കൊടുക്കുന്നത് ഓർക്കാതിരിക്കുകയും നന്മകൾ സ്വീകരിച്ചതെ ഓർക്കുകയും വേണം. ടാഗോറിൻ്റെ മനോഹരമായ, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ മനോഹരമായ ഒരു വരിയുണ്ട്. അത് ഇപ്രകാരമാണ്: എൻ്റെ ജീവിതം ഫലപുഷ്ടമാക്കിയ മരങ്ങൾക്ക് ഞാൻ നന്ദി പറഞ്ഞു, എന്നാൽ എൻ്റെ ജീവിതം എന്നും ഗരിതാഭമാക്കി നിലനിർത്തിയ പുൽനാമ്പുകളെ ഓർക്കുവാൻ ഞാൻ വിട്ടുപോയി. ശ്രദ്ധിച്ചേ, മരങ്ങൾക്ക്, വലിയ ആൾക്കാർക്ക് നന്ദി പറഞ്ഞു, പക്ഷെ എൻ്റെ ജീവിതത്തെ ഗരിതാഭമാക്കിയ പുൽനാമ്പുകളുണ്ട്. ആ പുൽനാമ്പുകളെ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്, അല്ലേ? നമ്മളാണല്ലോ അങ്ങനല്ലേ? നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ തന്ന എത്രയോ പേരെയാണ് നമ്മൾ വിസ്മരിച്ചിരിക്കുന്നത്. വലിയ മരങ്ങൾക്ക് നന്ദി പറഞ്ഞ ഞാൻ പുൽനാമ്പുകളെ മറന്നുപോയി. പക്ഷെ നമുക്ക് നന്മ തന്നെങ്കിൽ ഒരിക്കലും നമ്മൾ വിസ്മരിക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ യേശുക്രിസ്തു നമ്മളോട് പറയുന്ന ഒരു കാര്യം, നമ്മൾ മഹാമനസ്കതയുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നവർ ഔദാര്യമുള്ളവരും അത് എന്തിനാ? വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും. വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ഔദാര്യം കാണിക്കണം. യേശുക്രിസ്തു ഇപ്രകാരം ചെയ്യുവീൻ എന്ന് പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, അപ്പം നുറുക്കി കൊടുത്ത് വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോഴാണ് നിങ്ങൾ ഇപ്രകാരം ചെയ്യുവീൻ. മറ്റു 2 ശ്രദ്ധിച്ചേ, മറ്റു 2 സഹായങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയാണ്, അല്ലേ? ശിഷ്യന്മാരുടെ കാല് കഴുകിയതിനു ശേഷം യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം ഇങ്ങനെ ചെയ്യണമെന്ന്. നിങ്ങൾ ശുശ്രൂഷ ചെയ്യണമെന്നാണ് പറഞ്ഞത്. നിങ്ങളെക്കാൾ താഴെയിലുള്ളവരെ നിങ്ങൾ ശുശ്രൂഷിക്കണമെന്നൊരർത്ഥം അതിനുണ്ട്. യേശുക്രിസ്തു പറഞ്ഞത് എന്താണ്? മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് മറുവിലയായി കൊടുക്കുവാനുമാണ്. മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് മറുവിലയായി കൊടുക്കുവാനും വേണ്ടിയാണ്. ഇപ്പം യേശു നമ്മളെ പഠിപ്പിക്കുന്ന അതാണ്. പാദം കഴുകിയതിനു ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം ബഹുമാനിക്കണം, പരസ്പരം ശുശ്രൂഷ ചെയ്യണം എന്നാണ് യേശു പറഞ്ഞത്. അടുത്തവൻ ശ്രദ്ധിച്ചേ, നല്ല ശമരിയക്കാരൻ്റെ ഉപമ. സ്വയം നീതീകരിക്കപ്പെടുവാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ച കാര്യമാണ്. അതിനകത്ത് അദ്ദേഹം ചോദിക്കുക, എൻ്റെ അയൽക്കാരനാരാണ്? യേശുവിനോട് പറഞ്ഞു, എൻ്റെ അയൽക്കാരനാരാണെന്നത് പറഞ്ഞു തരണം. ലൂക്കോസിൻ്റെ വിശേഷത്തിൽ 10-ാം അധ്യായത്തിലുള്ളതാണ്. എൻ്റെ അയൽക്കാരനാരാണ് എന്നൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ യേശു ഒരു മനോഹരമായ കഥ പറഞ്ഞു. കഥയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നിട്ട് യേശു അയാളോട് ചോദിച്ചു, ഈ 3 ആരാണ് അയാൾക്ക് അയൽക്കാരനായത്? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ശമരിയക്കാരനോട്, ഈ വീണ് കിടക്കുന്നവനോട് കരുണ ചെയ്തത് ആരാണോ അവനാണ് അവൻ്റെ അയൽക്കാരൻ. അപ്പോൾ യേശു എന്താ പറഞ്ഞു? നീയും പോയി അങ്ങനെ ചെയ്യാൻ. അപ്പം കരുണ ചെയ്യാനാണ് യേശു പറഞ്ഞത്. ഈ 3 ആരാണ് അവൻ അയൽക്കാരനായി മാറിയത്? മുറിവേറ്റ് കിടന്നവനെ കരുണ കാണിച്ചവനാണ്. അപ്പോൾ മഹാമനസ്കതയും ഔദാര്യവും ഒക്കെ നമ്മളെല്ലാവരോടും കാണിക്കണം എന്നുള്ളൊരു പാഠമാണ് അവിടെ യേശു പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയുടെ മറ്റൊരു പ്രത്യേകത, നമ്മളെ വീഴാതെ നിർത്തുന്നത് ദൈവകൃപയാണ്, അല്ലേ? റോമാലേഖനം 5:2, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നമ്മളെ ഈ നിർത്തിയിരിക്കുന്ന കൃപയെന്ന് പറയുന്നത് ദൈവമാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്, അല്ലേ? വീഴാതെ തളരാതെ നമ്മളെ നിർത്തിയത് ദൈവത്തിൻ്റെ കൃപയാണ്. വീഴാതെ നിർത്തിയതിൻ്റെ ജോസഫ്, പഴയ നിയമത്തിലെ യോസഫിനെ ഒന്ന് ശ്രദ്ധിച്ച്, യോസഫിനെ വീഴാതെ കാത്തത് ദൈവമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. ഉൽപ്പത്തി പുസ്തകം 39:21. എന്നാൽ യഹോവ ജോസഫിനോട് കൂടെയിരുന്നു,
യഹോവ യോസഫിന്റെ കൂടെ ഇരുന്നു. കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയവ് തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. യോസഫിന് ദൈവം കൃപ കൊടുത്തു. എന്തിനാ കൃപ കൊടുത്തത്? കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയവുണ്ടാകുവാൻ വേണ്ടി. യഥാർത്ഥത്തിൽ തൻ്റെ സഹോദരന്മാർ തന്നെ അവഗണിച്ചപ്പോൾ, യോസഫിൻ്റെ സഹോദരന്മാർ യോസഫിനെ അവഗണിച്ചപ്പോൾ, പൊത്തിഫോറിൻ്റെ ഭവനത്തിൽ നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങളിൽ, കാരാഗ്രഹത്തിൽ അനുഭവിക്കേണ്ടി വന്ന പീഡകളിലൊക്കെ വീഴാതെ താങ്ങിയത് ദൈവത്തിൻ്റെ കൃപയാണ്. അതാണ് ജോസഫിനെ ഗൈഡ് ചെയ്ത്. ഗോഡ്സ് ഗ്രേസ് ഗൈഡ്സ് ജോസഫ് ത്രൂ ട്രയൽസ് ആൻഡ് പെർസിക്യൂഷൻ. അതായത് തൻ്റെ പീഡനങ്ങളിലും തൻ്റെ പരീക്ഷണങ്ങളിലും ദൈവത്തിൻ്റെ കൃപയാണ് യോസഫിനെ വഴി നടത്തിയത്. എന്താ? ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കൃപ നമുക്ക് മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ തലമുറയ്ക്കും ദൈവത്തിൻ്റെ കൃപ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ഞാൻ വീണ്ടും ബോൺഗോഫർ എന്ന് പറഞ്ഞ ദൈവശാസ്ത്രജ്ഞനിലേക്ക് ഒന്ന് വരികയാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്നാണ്, ശിഷ്യത്വത്തിൻ്റെ വില. അതിൽ 2 തരത്തിലുള്ള ഗ്രേസിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. 2 തരത്തിലുള്ള ഗ്രേസ്. ഒന്നാമത്തെ ഗ്രേസ് ചീപ്പ് ഗ്രേസ്, വില കുറഞ്ഞ കൃപ. ആ വില കുറഞ്ഞ കൃപ നമുക്ക് ചിലപ്പം ലഭിക്കും. എന്താ വില കുറഞ്ഞ കൃപ? യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മൾക്ക് അനുകൂലമായി ചില കാര്യങ്ങൾ തീരും. അത് വില കുറഞ്ഞ കൃപയാണ്. യാതൊരു ബുദ്ധിമുട്ടും കിട്ടാതെ ചിലപ്പോൾ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും. അതൊരു വില കുറഞ്ഞ കൃപയാണ്. എന്നാൽ കോസ്റ്റ്ലി ഗ്രേസ് ഉണ്ട്, വില കൂടിയ കൃപ. എന്താ വില കൂടിയ കൃപ? ദൈവഹിതത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നേരിടുന്ന കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സഹിക്കുവാൻ ലഭിക്കുന്ന കൃപയാണ് കോസ്റ്റ്ലി ഗ്രേസ്. ജീവിതത്തിൽ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെ സഹിക്കുവാൻ കിട്ടുന്ന ഒരു കൃപയുണ്ടല്ലോ, ആ കൃപ കോസ്റ്റ്ലി ഗ്രേസ് ആണ്. ദൈവം പലപ്പോഴും നമുക്കത് തരുന്നുണ്ട്. നമ്മുടെ വൈഷമ്യങ്ങളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ കൃപ നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് മാത്രമല്ല, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി. യേശുക്രിസ്തുവിൻ്റെ പുറകെ കരഞ്ഞുകൊണ്ട് എന്ന സ്ത്രീകളോട് യേശു പറഞ്ഞു, എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വേണ്ടി കരയാനാണ് പറഞ്ഞു. ഇന്നത്തെ സിറ്റുവേഷൻസ് അങ്ങനെയാണല്ലോ. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ സഭയൊക്കെ ഇപ്പം പുതിയൊരു സംരംഭത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, ട്രെക്സിറ്റ് എന്ന് പറഞ്ഞ്. മദ്യത്തിനും രാസലഹരിക്കും ഒക്കെ അടിമകളായി നമ്മുടെ ചെറുപ്പം വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർ ആ വലയിൽ ധാരാളം വീഴുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ വീഴാതെ നിൽക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെ വീണാൽ എഴുന്നേൽക്കുവാൻ ദൈവം സഹായിക്കണം. വീഴാത്തൊരു ചിലപ്പം കാണത്തില്ലായിരിക്കും, വീണാൽ എഴുന്നേൽക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ കൃപയാണ് വീഴാതെ നിൽക്കുന്നതും വീണാൽ എഴുന്നേൽക്കാൻ സഹായിക്കുന്നതും. വീണാൽ എഴുന്നേറ്റ് നമുക്കറിയാം, ദാവീദ് രാജാവ് വലിയ വീഴ്ചയുണ്ടായി. പക്ഷെ ആ വീഴ്ചയിൽ നിന്നും ദൈവം അവന് പാപക്ഷമ കൊടുത്ത് അവനെ യഥാസ്ഥാനപ്പെടുത്തി. ഫോർഗീവ് ആൻഡ് റീസ്റ്റോറേഷൻ, പാപക്ഷമ കൊടുത്ത് യഥാസ്ഥാനപ്പെടുത്തി. അപ്പം ചിലപ്പോൾ നമ്മൾ പതറിപ്പോയേക്കാം, വീണുപോയേക്കാം. ആ വീഴ്ചയിൽ അവിടെ തന്നെ കിടക്കാതെ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ തെറ്റായ ജീവിത ശൈലിയിലേക്കും രാസലഹരിയിലേക്കൊക്കെ പോകുന്ന തലമുറയുണ്ട്. നമ്മുടെ തലമുറ നല്ലവരായി തീരാൻ ദൈവത്തിൻ്റെ കൃപ വേണം. ഫ്രാൻസിസ് ഓഫ് അസീസി ഇപ്രകാരം പറഞ്ഞെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരിടത്തൊരിക്കൽ നിൽക്കുമ്പോഴും പോലീസുകാര് ഒരു മനുഷ്യനെ കയ്യാമം വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടു പോകുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന ആളിനോട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞെന്നാണ് പറയുന്നത്, ദൈവം കരുതിയില്ലായിരുന്നെങ്കിൽ ഞാൻ അയാളെക്കാൾ ഇടറിപ്പോകുമായിരുന്നു. ദൈവം കരുതിയില്ലായിരുന്നെങ്കിൽ ഞാൻ അയാളെക്കാൾ ഇടറിപ്പോകുമായിരുന്നു. അപ്പം ദൈവം കരുതിയത് കൊണ്ടാണ് പലപ്പോഴും പല അപകടങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. ആ കൃപ ധാരാളമായി നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നോഹ എന്ന് പറഞ്ഞ ആളിനെ പറ്റി പറയുമ്പം, നോഹയ്ക്ക് യഹോവയുടെ കൃപ കിട്ടിയെന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ചും 6-ാം അധ്യായം 8-ാം വാക്യം, ഉൽപ്പത്തി.
എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹ ജീവിച്ച സാഹചര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയേ. ഈവിൾ ആൻഡ് ടെംപ്റ്റിംഗ് സിറ്റുവേഷൻസിലാണ് നോഹ ജീവിച്ചത്. അതിക്രമം നിറഞ്ഞ ഒരു ലോകത്തിൽ, നമ്മളെ വല്ലാതെ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നോഹ ജീവിച്ചത്. പക്ഷേ ആ സമയത്തെ പറ്റി പരിശീലിപ്പിക്കണ, ഭൂമി മുഴുവൻ അതിക്രമം കൊണ്ട് നിറഞ്ഞ കാലഘട്ടത്തിൽ നോഹയ്ക്ക് കൃപ ലഭിച്ചു. നോഹയ്ക്ക് കൃപ ലഭിച്ചത് എന്തുകൊണ്ടാണ്? രണ്ട് മൂന്ന് പ്രത്യേകത നോഹയ്ക്ക് അവിടെ പറയുന്നുണ്ട്. നോഹ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു, ദൈവത്തോട് കൂടെ നടന്നവനായിരുന്നു. അതാണ് നോഹയുടെ പ്രത്യേകത. നോഹ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു, ദൈവത്തോടെ കൂടെ നടന്നവനായിരുന്നു. നോഹ എന്ന് പേരിട്ട് കൊടുക്കാൻ ഒരു കാരണമുണ്ട്. നോഹയ്ക്ക് തൻ്റെ പിതാവ് അങ്ങനെ ഒരു പേര് കൊടുക്കാൻ ഒരു കാരണം ഇവിടെ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 5:29. ശ്രദ്ധിച്ച്, എന്തുകൊണ്ട് ആ പേര് കൊടുത്തെന്ന്. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് നോഹയ്ക്ക് ആ പേര് കൊടുക്കാൻ കാരണം എന്താ? യഹോവ ശപിച്ച ഭൂമിയാണിത്. ഈ ഭൂമിയിൽ നമ്മുടെ കൈകളുടെ പ്രവൃത്തികൾക്കും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിനും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. നോഹ തൻ്റെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുന്നവനായിരുന്നു. അങ്ങനെ പേര് കൊടുത്തത് അല്ലേ? നോഹ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിശ്രമം, സമാധാനം, ആശ്വാസം എന്നൊക്കെയാണ്. നോഹയെ ആശ്വസിപ്പിക്കുന്നവനായിരുന്നു അല്ലേ? നമുക്കറിയാം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ ജനനത്തിൽ സക്കറിയ പുരോഹിതനോട് ദൂതൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവൻ വീഞ്ഞോ മദ്യമോ ഉപയോഗിക്കില്ല. 2, അതിൻ്റെ അടുത്ത് പറയുന്നതാണ്, ഇവൻ നിനക്ക് ആനന്ദമുണ്ടാക്കും. ഇവൻ നിനക്ക് ആനന്ദമുണ്ടാക്കും. അതായത് ഈ മകൻ പിതാവിന് ആനന്ദമുണ്ടാക്കുന്നവനാണ്. ഇപ്പം നോഹ ജീവിച്ച സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞു. നോഹ ജീവിച്ച സിറ്റുവേഷൻ എന്താണ്? അതിക്രമം നിറഞ്ഞൊരു കാലമായിരുന്നു. എപ്പം വേണേലും വഴുതിപ്പോകാൻ സാധ്യതയുള്ളൊരു കാലമായിരുന്നു. ആ കാലഘട്ടത്തിലും നോഹ ജീവിച്ചത് എങ്ങനെയാണ് എന്ന് നമ്മളൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ നിറയണം. ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു, പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞു ജീവിച്ച മനുഷ്യനായിരുന്നു. അദ്ദേഹത്തോട് യേശു പറഞ്ഞ എന്താണ്? എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. 2 കൊരിന്ത്യർ 12:9. അപ്പം ദൈവത്തിൻ്റെ കൃപ നമ്മളെ ശക്തരാക്കും. ബലഹീനന്മാരെ ബലവാന്മാരാക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ബലഹീനന്മാരെ ബലവാന്മാരാക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്കത്. അപ്പം നമുക്ക് ജീവിതത്തിൽ ചിലപ്പം, പ്രത്യേകിച്ചും പൗലോസിൻ്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധി ഉണ്ടായിരുന്നു. അത് രോഗമായിരിക്കാം എന്നാണ് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. രോഗമാണെന്നാണ് ഭൂരിപക്ഷം പേരും പറയുന്നത്. എന്തായാലും ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധി ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി അദ്ദേഹം നിരന്തരമായി പ്രാർത്ഥിച്ചു. അപ്പം ദൈവം പറഞ്ഞു, നിൻ്റെ കൃപ മതി. അപ്പം ദുരന്തങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പലപ്പോഴും ഒരു 3-ാം പാത തുറന്നു തരാനാണ് പറയുന്നത്. ജീവിതത്തിൽ ചില സങ്കടങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒരു 3-ാമത്തെ പാത നമുക്ക് തുറന്നു തരാനാണ്. മറ്റൊരു പാത ദൈവം തുറന്നു തരും. ദുരന്തങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഒരു 3-ാം പാത നമുക്ക് തുറന്നു തരും. ഞാൻ ബീതോവൻ എന്ന് പറഞ്ഞ പ്രശസ്തനായ ഒരു സംഗീതജ്ഞനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ സംഗീതത്തിലേക്ക് തിരിയാൻ കാരണമുണ്ട്. പിതാവ് സംഗീതജ്ഞനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ സങ്കടപ്പെട്ട ജീവിതമായിരുന്നു. അദ്ദേഹത്തിന് 4 സഹോദരന്മാരുണ്ടായിരുന്നു. എല്ലാവരും രോഗികളാണ്. ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ കണ്ണിന് കാഴ്ചയില്ലാത്തവൻ. 2-ാമത്തെ സഹോദരൻ ജനിച്ചധികകാലം മുമ്പ് മരിച്ചുപോയി. 3-ാമത്തെ സഹോദരൻ ബധിരനും മൂകനുമായിരുന്നു. 4-ാമത്തെ സഹോദരൻ ക്ഷയരോഗിയായിരുന്നു. അവരുടെ ഇടയിലാണ് ബീതോവൻ വന്ന് ജനിച്ചു വീഴുന്നത്. അമ്മ ക്ഷയരോഗി, അപ്പൻ മദ്യപാനി. ആ ഒരു സാഹചര്യത്തിൽ ദുരന്തങ്ങളുടെ ഇടയിലേക്ക് ജനിച്ചു വീണ ഈ ബീതോവൻ എന്ത് ചെയ്തു? വലിയൊരു സംഗീതജ്ഞനായി മാറി. തീർന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം കേട്ടോ അവിടെ കൊണ്ട്. അദ്ദേഹത്തിൻ്റെ 17-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അമ്മ മരിച്ചുപോയി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ 2 ചെവിയുടെയും കേൾവിശക്തി നഷ്ടപ്പെടാൻ തുടങ്ങി. കേൾവിശക്തി പരിപൂർണമായി നഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് അദ്ദേഹം മനോഹരമായ
5 സിംഫണികൾ രൂപപ്പെടുത്തിയെന്നാണ് പറഞ്ഞത്. ശരി, കേൾവിശക്തി ഇല്ലാത്ത ഒരാൾ മനോഹരമായ സിംഫണികൾ ഉണ്ടാക്കി. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എഴുതിയ ഒരു കുറിപ്പ് പ്രകാരമാണ്. കുറിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എഴുതിയൊരു കുറിപ്പാണ്: ജീവിതം അവസാനിപ്പിക്കുക എന്ന തീരുമാനത്തിൻ്റെ വക്കിൽ ഞാൻ പലതവണ നിന്നതാണ്. ജീവിതം അവസാനിപ്പിക്കുക എന്ന തീരുമാനത്തിൻ്റെ വക്കിൽ ഞാൻ പലതവണ നിന്നതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തതിൻ്റെ ഒറ്റ കാരണം, ഞാൻ സംഗീതത്തെ സ്നേഹിച്ചു. 2, ഞാൻ ഈണം പകരാൻ ഉള്ള ചില സംഗീത ശില്പങ്ങൾ ഉണ്ടാക്കുന്നതിനു മുമ്പ് ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. ജീവിതം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതാണ്. പക്ഷെ അദ്ദേഹത്തിനൊരു ലക്ഷ്യമുണ്ട്. പലപ്പോഴും പലരും ജീവിതം അവസാനിപ്പിക്കത്തില്ലേ? ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാതെ മരിക്കരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും, പലപ്പോഴും ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും പല മനുഷ്യനിലേക്കും കടന്നു വരുന്ന ഒരു ചിന്തയാണത്. പലതവണ അദ്ദേഹം ആഗ്രഹിച്ചെന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. കാരണം എനിക്കിനിയും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച ഏലിയാവെന്ന് പറഞ്ഞ പ്രവാചകൻ ഇസബേലിനെ പേടിച്ച് മരിക്കാൻ പോയി ഇരിക്കുകയല്ലേ. മരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ അടുക്കൽ ഒരു ദൂതൻ വന്നിട്ട് ഭക്ഷണം കൊടുത്തിട്ട് അവനോട് പറഞ്ഞു എന്താണ്? എഴുന്നേറ്റ് തിന്നുക. അടുത്ത വാക്യം ശ്രദ്ധിച്ചു: നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. അതാണ്, നിനക്കിനിയും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നീ മരിക്കാൻ ആഗ്രഹിക്കരുത്. നിനക്ക് സങ്കടമുണ്ട്, പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ശത്രുക്കളുണ്ട് എന്ന് പറഞ്ഞ് നീ ഒരിക്കലും മരിക്കാൻ ആഗ്രഹിക്കരുത്. നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. ഇനിയും നിനക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് ആ ചിന്ത എപ്പോഴും വരണം. നമുക്ക് സങ്കടവും പ്രയാസവും ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകും. ശത്രുക്കൾ ധാരാളം ഉണ്ടാകും. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ടേ, ദൈവത്തിന് എന്നെ കൊണ്ട് ഇനിയും ആവശ്യമുണ്ട്, ദൈവത്തിന് എന്നെ കൊണ്ട് ഇനിയും ആവശ്യമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മളെ ബലം തരുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഏത് ബലഹീനനെയും ബലവാനാക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഹാനൻ എന്നൊരു വാക്ക് ഹീബ്രു വേർഡാണ്. അതിൻ്റെ അർത്ഥം കൃപയുള്ളവനായിരിക്കുക. ആ ഒരു പദത്തിൽ നിന്നാണ് ഹന്ന എന്നൊരു വാക്ക് വന്നേക്കുന്നത്. ഹന്ന, ആരാ ഹന്ന? ശമൂവേൽ പ്രവാചകന്റെ അമ്മ. ഹാനൻ എന്ന വാക്കിൽ നിന്നും ഹന്ന എന്നൊരു വാക്ക്, അത് ശമൂവേൽ പ്രവാചകന്റെ അമ്മ. അപ്പം ഹന്നയുടെ കാര്യത്തിൽ ദൈവത്തിൻ്റെ കൃപ കിട്ടിയെന്നാണ് പറയുന്നത്, അല്ലേ? ഹന്നയുടെ കാര്യത്തിൽ ദൈവകൃപ കിട്ടി. എന്താ അവിടെ ദൈവകൃപ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ദൈവത്തിൻ്റെ പ്രീതി നേടുക മാത്രമല്ല, കഷ്ടതയിൽ ആശ്വാസം ലഭിച്ചു എന്നുള്ളതാണ്. ദൈവം കൃപ ചെയ്യുക എന്ന് പറഞ്ഞാൽ കഷ്ടങ്ങളിലുള്ള ഒരു ആശ്വാസം കൂടാണ്. ഹന്നയോട് യഹോവ കൃപ കാണിച്ചു എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥം ശ്രദ്ധിച്ച്, ഹന്നയുടെ അപമാനം മാറ്റി ഹന്നയ്ക്ക് ബഹുമാനം കൊടുത്തു എന്നൊരർത്ഥമുണ്ട്. ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴി വരുമ്പോൾ നമ്മുടെ അപമാനം മാറി നമ്മളെ ദൈവം ബഹുമാനം നൽകും, അല്ലേ? അന്നയെ അവളുടെ സഹഭാര്യ നല്ലതായിട്ട് ബുദ്ധിമുട്ടിച്ചു, ധാരാളം പ്രയാസങ്ങൾ അവൾക്കുണ്ടാക്കി, അവൾ അപമാനിക്കപ്പെട്ടു. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവളോട് യഹോവ കൃപയുള്ളവനായി. ആ കൃപ എന്തായി മാറി? അവളുടെ അപമാനം മാറ്റി അവൾക്ക് ബഹുമാനം ഉണ്ടാക്കി കൊടുത്തു. സങ്കീർത്തനം 91:5 വായിച്ച വളരെ മനോഹരമായ വേദവാക്യമാണ്. നിങ്ങളതൊന്ന് വായിച്ചു. കഷ്ടങ്ങളിൽ ദൈവം ഉയർത്തുന്നതിനെ പറ്റിയാണ്. കഷ്ടങ്ങളിൽ അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. കഷ്ടങ്ങളിൽ അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ എന്താ കൊടുക്കുന്നത്? കഷ്ടകാലത്ത് ഞാൻ അവൻ്റെ കൂടെ ഇരിക്കും. കേട്ടോ, കഷ്ടങ്ങളിൽ നിങ്ങൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ കഷ്ടകാലത്ത് ഞാൻ അവൻ്റെ കൂടെ ഇരിക്കും. മാത്രമാണോ? ഞാൻ അവനെ വിടുവിച്ചു മഹത്വപ്പെടുത്തും. അതാണ് കഷ്ടകാലത്ത് കൂടെ ഇരിക്കുക മാത്രമല്ല, ആ കഷ്ടത്തിൽ നിന്നും വിടുവിക്കുക മാത്രമല്ല, വിടുവിച്ചിട്ടും മഹത്വം നൽകുമെന്ന്. നിങ്ങളെ ഉപദ്രവിച്ചവരുടെ മുമ്പിൽ, നിങ്ങളെ തകർത്ത് കളയാൻ ശ്രമിച്ചവരുടെ മുമ്പിൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരുടെ മുമ്പിൽ, നിങ്ങളെ പകയ്ക്കുന്നവരുടെ മുമ്പിൽ നിങ്ങളെ ഉയർത്തി മഹത്വപ്പെടുത്തും. കഷ്ടകാലത്ത് യഹോവയോട് നിലവിളിക്കണം. ഹന്നയുടെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. കൃപയുള്ളവനായി മാറി. ഞാൻ ഒരു പ്രശസ്തനായ ഒരു മനുഷ്യനെ ഒന്ന് പെട്ടെന്ന് പരിചയപ്പെടുത്തിട്ട്, യോൺ ഹെൻറി ന്യൂട്ടൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ഒരടിമക്കപ്പലിൽ
ക്യാപ്റ്റനായിരുന്നു. അടിമ വ്യാപാരം നടത്തുന്ന ഒരു കപ്പലിലെ ക്യാപ്റ്റനായിരുന്നു ജോൺ ഹെൻറി ന്യൂട്ടൺ എന്ന് പറഞ്ഞ മനുഷ്യൻ. പിന്നീട് അദ്ദേഹം അത് ഉപേക്ഷിച്ചിട്ട് ഒരു ആംഗ്ലിക്കൻ പുരോഹിതനായി മാറുകയാണ്. ആംഗ്ലിക്കൻ പുരോഹിതനായി അദ്ദേഹം മാറിയതോടുകൂടി അദ്ദേഹം അടിമ വ്യാപാരത്തിനെതിരായി പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഇംഗ്ലണ്ടിൽ 1807 ആയപ്പോഴത്തേക്കും അടിമ വ്യാപാരം നിരോധിച്ചു. അദ്ദേഹം എഴുതിയ മനോഹരമായൊരു സ്തുതിഗീതമുണ്ട്. ആ സ്തുതിഗീതത്തിൻ്റെ പേര് അമേസിംഗ് ഗ്രേസ് എന്നാണ്. അമേസിംഗ് ഗ്രേസ്. ഞാൻ പറഞ്ഞു, അടിമ വ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യൻ അടിമ നിർമ്മാർജ്ജനവാദിയായി മാറി. അടിമ വ്യാപാരം ഇംഗ്ലണ്ടിൽ നിന്ന് നിയമം മൂലം നിരോധിക്കപ്പെട്ടു. അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ കൃപ കിട്ടിയതിനെ പറ്റി ഒരു മനോഹരമായ ഒരു കവിത എഴുതി, അമേസിംഗ് ഗ്രേസ്. അമേസിംഗ് ഗ്രേസിൽ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: അത്ഭുതകരമായ ദൈവത്തിൻ്റെ കൃപ, അതത്ര മധുരമായ ശബ്ദമാണ്. ആ അത്ഭുതകരമായ കൃപ എന്നെ പോലുള്ള നികൃഷ്ടനെ രക്ഷിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതമായ കൃപ എന്നെ പോലെയുള്ള ഒരു നികൃഷ്ടനെ രക്ഷിച്ചു. അദ്ദേഹം പറയാണ്, ഒരിക്കൽ ഞാൻ നഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ശരിയല്ലേ? ഒരിക്കൽ ഞാൻ നഷ്ടപ്പെട്ടതായിരുന്നു. നഷ്ടപ്പെട്ട എന്നെ ദൈവത്തിൻ്റെ കൃപയാണ് കണ്ടെത്തിയത്. ശ്രദ്ധിച്ചു, നമ്മൾ നഷ്ടപ്പെട്ടാൽ ദൈവത്തിൻ്റെ കൃപ നമ്മളെ കണ്ടെത്തും. അദ്ദേഹം അതാ പറയുന്നത്, ഒരിക്കൽ ഞാൻ നഷ്ടപ്പെട്ട, കാരണം അടിമ വ്യാപാരം ചെയ്ത് പാപങ്കലമായ ഒരു ജീവിതം നയിച്ചവനായിരുന്നു ഞാൻ. പക്ഷെ ദൈവം എന്നെ കണ്ടെത്തി ദൈവത്തിൻ്റെ കൃപ മൂലം. വീണ്ടും പറയുകയാണ്, ഞാൻ ഒരിക്കൽ അന്ധനായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ കാണുന്നു. എൻ്റെ ഭയങ്ങൾക്ക് ആശ്വാസം നൽകിയത് ദൈവകൃപയാണ്. ശ്രദ്ധിച്ചോ, എൻ്റെ ഭയങ്ങൾക്ക് ആശ്വാസം നൽകിയത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപ വരുമ്പോൾ എല്ലാ ഭയങ്ങളും ഇല്ലാതെയാകും. അപകടങ്ങളിലും കെണികളിലും ഈ കൃപ ഇന്ന് വരെ എന്നെ സുരക്ഷിതനാക്കി. ദൈവത്തിൻ്റെ കൃപ, അമേസിംഗ് ഗ്രേസ്. ഈ അമേസിംഗ് ഗ്രേസ് ആണ് നമ്മളെയൊക്കെ രക്ഷിക്കുന്നത്. ഒരിക്കൽ ബഹിഷ്കൃതനായിരിക്കുന്ന നമ്മളെ വീണ്ടെടുക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അല്ലേ? പൗലോസ്ലീഹായൊക്കെ വീണ്ടെടുത്ത് ശ്രദ്ധിച്ച്, ക്രിസ്തു സഭയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന പൗലോസിനെയും ദൈവത്തിൻ്റെ കൃപയാണ് വീണ്ടെടുത്തത്. പരിശുദ്ധനായ പൗലോസ്ലീഹ ഞാൻ പറഞ്ഞു, കൃപയിൽ നിറഞ്ഞ ജീവിതം. അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹത്തെ വീണ്ടെടുത്തപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് ശ്രദ്ധിച്ച്, അദ്ദേഹത്തെ എന്തൊക്കെ ആക്കിയതും ദൈവത്തിൻ്റെ കൃപയാണെന്ന് അദ്ദേഹം പറയുന്നത്. ശ്രദ്ധിച്ചു, പെട്ടെന്ന് ഞാൻ പറയണം. തന്നെ ജ്ഞാനമുള്ള പ്രധാന ശില്പിയാക്കിയത് ദൈവത്തിൻ്റെ കൃപയാണ്. ജാതികളിൽ ക്രിസ്തുയേശുവിനെ പ്രസംഗിപ്പിക്കുവാൻ തന്നെ വിളിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ്. മറഞ്ഞു കിടന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്തുവാൻ എനിക്ക് കൃപ കിട്ടിയത് ദൈവത്തിൻ്റെ കൃപയാണ്. ജാതികളുടെ അപ്പോസ്തലനാക്കി എന്നെ വിളിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ്. ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ എന്നെ വിളിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ്. എല്ലാം ദൈവത്തിൻ്റെ കൃപയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ആ കൃപ നമ്മളിലേക്ക് ഒഴുകിയെത്തുമ്പോൾ നമ്മുടെ ഏത് ബലഹീനതകളും ഏത് പ്രയാസങ്ങളും മാറും. ഞാൻ ഒന്നാമത്തെ ഭാഗത്തു നിന്നൊന്ന് കിടക്കട്ടെ. ഒന്നാമത് ഞാൻ പറഞ്ഞ ജനറോസിറ്റി. ജനറോസിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മൾ ഔദാര്യം കാണിക്കുക. മറ്റുള്ളവർക്ക് ഔദാര്യം കാണിക്കുക. ദൈവം നമുക്ക് ഔദാര്യം കാണിച്ചതുപോലെ മറ്റുള്ളവരോടും നമ്മൾ ഔദാര്യം കാണിക്കണം. രണ്ടാമത്തെ അക്ഷരം 6 എന്നുള്ളതാണ് അതിൻ്റെ റെസ്പെക്റ്റ്. ഒരു ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നവർക്ക് റെസ്പെക്റ്റ് ഉണ്ടാകും, മറ്റുള്ളവരെ ബഹുമാനിക്കും. ദ ഡിഗ്നിറ്റി ഓഫ് ലൈഫ് ആൻഡ് വർക്ക്. നമ്മുടെ ജീവിതത്തോടും നമ്മുടെ ജോലിയോടുമൊക്കെ നമുക്കൊരു അഭിമാനമുണ്ടാകും, റെസ്പെക്റ്റ് ഉണ്ടാകും. അല്ലേ? നമുക്ക് മറ്റുള്ളവരോട് ബഹുമാനം വേണം. നമ്മുടെ താഴേക്കുടയിലുള്ളവരോട് പോലും നമുക്ക് ബഹുമാനം ഉണ്ടാകണം. നമ്മളോട് തന്നെ നമുക്കൊരു ബഹുമാനം ഉണ്ടാകണമല്ലോ, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊരു ബഹുമാനം ഉണ്ടാകണം, മറ്റുള്ളവരോടും ബഹുമാനമുണ്ടാകണം. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞത് ശ്രദ്ധിച്ച്, ഓരോരുത്തരും മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്നെണ്ണിക്കൊള്ളുന്നു. ഓരോരുത്തരും മറ്റുള്ളവനെ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളണം. യേശുക്രിസ്തു മറ്റുള്ളവരുടെ മഹത്വം വീണ്ടെടുത്ത് കൊടുത്ത ആളാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ക്രിസ്തു മഹത്വം വീണ്ടെടുത്ത് കൊടുത്തതുപോലെ ആരും കൊടുത്തിട്ടില്ല. രക്തസ്രാവക്കാരി സ്ത്രീയെ യേശു സൗഖ്യമാക്കിയിട്ട് വേണേൽ പറഞ്ഞു വിടാമായിരുന്നു. അവളെ പറഞ്ഞു വിട്ടില്ലല്ലോ. എന്താ അവളോട് പറഞ്ഞു? എൻ്റെ വസ്ത്രത്തിൽ തൊട്ടത് ആരെ എന്ന് ചോദിച്ച് അവളെ മുൻപന്തിയിലേക്കുണ്ട്. അവരുടെ നഷ്ടപ്പെട്ടു പോയ മഹത്വം വീണ്ടെടുത്ത് കൊടുക്കാൻ വേണ്ടി അത് ചെയ്തത്.
കുഷ്ഠരോഗിയായ മനുഷ്യനെ യേശു സൗഖ്യമാക്കിയിട്ട് അവനെ വേണേൽ പറഞ്ഞു വിടായിരുന്നു. അവനോട് പറഞ്ഞു, നിന്നെ തന്നെ പോയി പുരോഹിതനെ കാണിക്കാനാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്നും ബഹിഷ്കൃതനായിരിക്കുകയാണ് അവൻ. ആ സമൂഹത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരികയാണ്, അവന് മഹത്വം കൊടുക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകതയാണ്, മഹത്വം നഷ്ടപ്പെട്ടവർക്ക് മഹത്വം കൊടുക്കുന്ന ക്രിസ്തു. യേശു പറയുന്ന മറ്റൊരു വാക്യം മനോഹരമായിക്കൊണ്ട് മത്തായിയുടെ സുവിശേഷം 5:22, ആരെയും അനാവശ്യമായി ഒന്നും പറയരുതെന്നാണ്. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾക്ക് എത്ര പ്രാവശ്യം നമ്മൾ നിൽക്കേണ്ടി വരുമെന്നുള്ളതാണ് അല്ലേ? സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. സഹോദരനോട് ഭോഷ എന്ന് പറഞ്ഞാൽ അഗ്നിനരകത്തിൽ വീഴേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കേട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പം എന്താ യേശു ഇത് പറയുന്ന കാര്യം? എല്ലാ മനുഷ്യനെയും ശ്രേഷ്ഠനെന്ന് എണ്ണണമെന്നാണ്. അതിൻ്റെ ഏറ്റവും നല്ല മാർഗ്ഗം ഞാൻ നേരത്തെ എന്ന് പറഞ്ഞു, യേശു ശിഷ്യന്മാരുടെ കാല് കഴുകിയത് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. തൻ്റെ ശിഷ്യന്മാരുടെ കാല് ഗുരു കഴുകി മറ്റു മനുഷ്യർ ശ്രേഷ്ഠരെന്ന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ്. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ ഒരു തുപ്പട്ടി ദർശനമുണ്ടല്ലോ, പത്രോസ്ലീഹായ്ക്ക് കിട്ടിയ തുപ്പട്ടി ദർശനം. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം. ആ തുപ്പട്ടി ദർശനത്തിൽ കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് പോകണമെന്നാണ്. പക്ഷേ ഈ പത്രോസ്ലീഹായ്ക്ക് താല്പര്യമില്ല കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പോകാൻ. കാരണം എന്താ? കൊർന്നേലിയോസ് വിജാതീയനാണ്. ഇന്ന് വരെ അവിടെ നിന്നൊന്നും മേടിച്ച് കഴിച്ചിട്ടില്ല. യഹൂദന്മാർ വിജാതീയരിൽ നിന്ന് വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ലല്ലോ. പക്ഷേ യേശു ആ സ്വപ്നത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞ എന്താണെന്നറിയാവോ? അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 11, ഒരു മനുഷ്യനെയോ മലിനനെന്നോ അശുദ്ധനെന്നോ എണ്ണരുത്. ഒറ്റ മനുഷ്യനെ അങ്ങനെ എണ്ണരുത്. എല്ലാ മനുഷ്യരോടും റെസ്പെക്റ്റ് കാണിക്കണം. ഒരു മനുഷ്യനെയും നിങ്ങൾ അശുദ്ധനെന്നെണ്ണരുത്, മലിനനെന്നെണ്ണരുത്. വീണ്ടും അത് യേശു പറഞ്ഞതാണ്, ദൈവം ശുദ്ധീകരിച്ചതാണ്. ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനെണ്ണുപോകും. അപ്പൊ റെസ്പെക്റ്റ് ഉണ്ടാകണം അല്ലേ? ഗ്രേസ് കിട്ടണമെങ്കിൽ, ഗ്രേസ് കിട്ടണമെന്നുണ്ടെങ്കിലും കിട്ടിയിട്ടുള്ളവരും എങ്ങനായിരിക്കണം? മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരായിരിക്കണം. മറ്റുള്ളവരോട് തന്നല്ല, നമ്മളോട് തന്നെ നമുക്കൊരു ബഹുമാനം വേണം. ഞാൻ കൊള്ളാവുന്നവനാണ്, എന്നെ കൊണ്ട് കഴിയും എന്ന് നമുക്ക് ഉറപ്പുണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. ചില ആൾക്കാരൊക്കെ ആ ഒരു ബോധ്യമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പലർക്കും ഒന്നും ചെയ്യാനൊക്കാത്തത്. ഞാൻ കൊള്ളാവുന്നവനാണ്, എന്നെ കൊണ്ട് കഴിയും എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. പക്ഷേ ഞാൻ അടുത്തതിലേക്ക് കിടക്കുകയാണ്. എ എന്ന വാക്ക്, GRA, എ എന്ന് പറഞ്ഞ ആക്ഷൻ, ദ മെക്കാനിസം ഫോർ ചേഞ്ച്. അതായത് പ്രവൃത്തി. ആ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മളെ ചേഞ്ച് ആക്കുന്ന പ്രവൃത്തി. ദൈവകൃപ വരുമ്പോൾ നമ്മൾ ചേഞ്ച് ആകണം, നമുക്കൊരു മാറ്റമുണ്ടാകണം. ദൈവത്തിൻ്റെ കൃപയിൽ നിറയുമ്പോൾ നമ്മൾ വേറെ ആളായി മാറണം അല്ലേ? നമുക്ക് വിശുദ്ധ പത്രോസ്ലീഹായെ തന്നെ നോക്കിക്കും. ദ ഗ്രേസ് ഓഫ് ഗോഡ് ക്യാൻ ചേഞ്ച് സെന്റ് പീറ്റർ. സെന്റ് പീറ്ററിനെ ചേഞ്ചാക്കി ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞപ്പോൾ. നമുക്കറിയാം, പത്രോസ്ലീഹയുടെയൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം കഴിഞ്ഞ് ക്രൂശീകരണം കഴിഞ്ഞിട്ട് ഇവരൊക്കെ പോയി ഒളിച്ചു താമസിക്കുകയായിരുന്നു. ഉയർത്തെഴുന്നേറ്റിട്ട് പോലും അവർക്ക്, ആ പ്രത്യക്ഷനായിട്ട് പോലും അവർക്ക് അത്രയും ഒരു ശക്തിയോട് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെങ്കിൽ പെന്തിക്കോസ്തിക്ക് ശേഷം, പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയിൽ നിറയപ്പെട്ടതിന് ശേഷം പത്രോസ്ലീഹായ്ക്കൊക്കെ ഉണ്ടായ ചേഞ്ച് വളരെ മാറ്റം വളരെ വലുതാണ്. പത്രോസ്ലീഹായ്ക്കൊക്കെ ഉണ്ടായ മാറ്റം ശ്രദ്ധിച്ചു. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പത്രോസും യോഹന്നാനും ഒക്കെ കടന്നു പോകുമ്പോൾ, പത്രോസ്ലീഹ കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും രോഗികളിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീതികളിൽ കൊണ്ട് കടത്തിയെന്നാണ് പറയുന്നത്. കാരണം പത്രോസ്ലീഹായെ പറ്റി അത്ര മതിപ്പ് അവിടെ ഉണ്ടായി എന്നുള്ളതാണ് അല്ലേ? എന്തിനാ അവൻ്റെ നിഴലെങ്കിലും ആ രോഗികളിൽ വീഴേണ്ടത്? ആ രോഗികൾക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി. മനസ്സിലായില്ലേ? പത്രോസ്ലീഹ പേടിച്ച് മുറിക്കകത്ത് താമസിച്ച് നിരാശരായി മീൻ പിടിക്കാൻ പോയ പത്രോസ്ലീഹ പെന്തിക്കോസ്തിക്ക് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാകിയത്. ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിഴലെങ്കിലും വീണാൽ മതി എന്ന് പറഞ്ഞ് രോഗികളെ കൊണ്ട് ആ
അവിടെ ഇടും. ധാരാളം രോഗികളെ കൊണ്ടിടും. അതിൽ അദ്ദേഹത്തിൻ്റെ നിഴല് പതിയുന്നവരൊക്കെ സൗഖ്യം പ്രാപിക്കും. അത്രയ്ക്ക് മാറ്റമാണ് ഉണ്ടായത്. മറ്റൊരു മാറ്റം ശ്രദ്ധിച്ചേ, പത്രോസിൻ്റെ അപ്പോസ്തലപ്രവൃത്തി 4-ാം വാക്യത്തിൽ പറയുന്നത്, അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരായ മനുഷ്യരുമെന്ന് ഗ്രഹിക്കാൻ ആശ്ചര്യപ്പെട്ടു. യാതൊരു വിദ്യാഭ്യാസവുമില്ലാത്ത ഇവര് ഇത്രമാത്രം ധൈര്യവും ജ്ഞാനവും ഒക്കെ ഇവർക്ക് എവിടുന്ന് കിട്ടിയെന്ന് ആശ്ചര്യപ്പെട്ടു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ കൊണ്ട് നിറഞ്ഞപ്പോൾ അവർ പുതിയ ആൾക്കാരായി മാറുകയാണ്. പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയാൻ. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞാൽ നമ്മൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? നമ്മൾ പിടിച്ച കിട്ടാത്തവരായി മാറുകയാണ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയുമ്പോൾ. അതുകൊണ്ടാണ് തൻ്റെ ഇടത്തോടുകൂടി വീണ്ടും അദ്ദേഹം പറയുന്ന ഒരു കാര്യം അപ്പോസ്തലപ്രവൃത്തി 4:19 പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് അവരോട് പറഞ്ഞപ്പോൾ പത്രോസ്ലീഹ പറയുന്ന ഒരു വാക്കുകൾക്ക് തൻ്റെ ഇടത്തോടുകൂടി പറഞ്ഞു. എന്താ അതിൻ്റെ അടുത്ത് പറഞ്ഞത്? ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ? പേടിച്ച് മുറിക്കാതിരുന്ന മനുഷ്യനാണ്. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞ് യേശുവിനെ പറ്റി പ്രസംഗിച്ച് നടന്നപ്പോൾ പലരും അദ്ദേഹത്തോട് എന്ന് പറഞ്ഞു, ഇനി ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കരുത്. അപ്പോൾ പത്രോസ്ലീഹ പറഞ്ഞ തൻ്റെ ഇടം കണ്ടില്ലേ? ദൈവത്തെക്കാൾ അധികം മനുഷ്യരെ അനുസരിക്കുന്നത് ന്യായമോ? ദൈവത്തിൻ്റെ നാമത്തിൽ പ്രസംഗിക്കുകയാണ്. അത്ര വലിയ തൻ്റെ ഇടമുള്ള ആളായി മാറി. ആക്ഷൻ ഉണ്ടായെന്ന്, പ്രവൃത്തി ഉണ്ടായി. ദൈവത്തിൻ്റെ കൃപയിൽ നിരുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റമാണ്. ഞാൻ മോസസിലേക്കൊന്ന് വരട്ടെ. മോസസിനുണ്ടായ മാറ്റം ശ്രദ്ധിച്ചു. പുറപ്പാട് ദിവസം 33:13 അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. മോസസ് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന പ്രകാരമാണ്, എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. മോസസ് യഹോവയായ ദൈവത്തോട് ഒരു പ്രാർത്ഥന നടത്തുകയാണ്. എന്നോട് കൃപ നിനക്കുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണമേ. നല്ല പ്രാർത്ഥനയാണ്, നിങ്ങൾക്ക് സ്ഥിരം പ്രാർത്ഥിക്കാം. ദൈവമേ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണം. അതിന് തൊട്ടു മുമ്പത്തെ വാക്യം 12-ാമത്തെ വാക്യം യഹോവ മോശയോട് പറഞ്ഞ ഒരു കാര്യം മോശ എടുത്തു പറയുകയാണ്. എന്താണ്? ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. മോശയോട് യഹോവ പറയുകയാണ്, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. മോശയോട് യഹോവയ്ക്ക് കൃപ തോന്നി. ശ്രദ്ധിച്ചേ, ദൈവത്തിന് മോശയോട് കൃപ തോന്നിയത് കണ്ടില്ലേ? മോശയുടെ ആദ്യകാല ജീവിതം ഒന്ന് ശ്രദ്ധിച്ച്. ആദ്യത്തെ 40 വർഷക്കാലം കൊല്ലാൻ നടന്നവൻ്റെ വീട്ടിൽ സുഖകരമായിട്ട് ജീവിച്ചു. ദൈവത്തിൻ്റെ കരുണയൊക്കെ ശ്രദ്ധിച്ചേ, കൊല്ലാൻ നടന്നവരുടെ വീട്ടിൽ 40 വർഷക്കാലം സുഖമായി ജീവിച്ചു. ദൈവത്തിൻ്റെ കരുണയും കൃപയാണത്, അല്ലേ? ജനിച്ചു വീഴുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊല്ലണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ച രാജാവിൻ്റെ വീട്ടിൽ പോയി 40 വർഷക്കാലം യഹോവ അവിടെ താമസിപ്പിച്ചു. എന്നാൽ അടുത്ത 40 വർഷക്കാലം മരുഭൂമിയിൽ താമസിക്കേണ്ടി വന്നു. ചില പ്രതിസന്ധികൾ ഞാൻ കടക്കുന്നില്ല. എന്നാൽ 80 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേലിനെ നടത്താനുള്ള ഒരു ദൗത്യം യഹോവ അവന് കൊടുക്കണം. അപ്പോൾ അദ്ദേഹം പറയാണ്, നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണം. യഹോവ അവനോട് പറഞ്ഞു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ആ കൃപയുണ്ടായത് കൊണ്ടാണ് 60 ലക്ഷം യഹൂദന്മാരെ 40 വർഷം മരുഭൂമിയിൽ നടത്തുവാനുള്ള കരുത്ത് നേടിയത്. ഒരു വീട്ടിനെ നടത്താൻ നമുക്ക് കഴിവില്ല, അല്ലേ? വീട്ടിൽ തന്നെ ശരിയായിട്ട് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ടോ? മോശയ്ക്ക് ദൈവത്തിൻ്റെ കൃപ കിട്ടിയപ്പോൾ എന്താ കിട്ടിയെന്നാണ് പറഞ്ഞത്? 60 ലക്ഷം. അതും ആ ജനത്തെ പറ്റി യഹോവ പറയുന്ന ഒരു പേരുണ്ട്. ഇസ്രായേൽ ജനത്തെ പറ്റി യഹോവ ഇടയ്ക്കിടയ്ക്ക് പറയും. എന്താണ് അറിയോ? ദുശാഠ്യമുള്ള ജനം. ഇസ്രായേൽ ജനം ദുശാഠ്യമുള്ള ജനമാണ്. കിട്ടാതെ വരുമ്പോൾ യഹോവയോട് പരാതി പറയുകയും ദൈവത്തിനെതിരെ തിരിയുന്ന ജനമായിരുന്നു. ആ ദുശാഠ്യമുള്ള ജനത്തെയാണ് 40 വർഷം 60 ലക്ഷം യഹൂദന്മാരെ മരുഭൂമിയിൽ കൂടി കൊണ്ടുപോകാനുള്ള കരുത്തും കൃപയും ദൈവം കൊടുത്തത്. ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മാറ്റം വളരെ വലുതായിരിക്കും. ഞാൻ അടുത്തൊരു വാക്കിലേക്ക് കടക്കുകയാണ്. കമ്പാഷൻ. സി എന്ന് പറഞ്ഞാൽ കമ്പാഷൻ. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൺസേൺ ഫോർ അതേഴ്സ്. കമ്പാഷൻ, കൺസേൺ ഫോർ അതേഴ്സ്. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വാക്ക് പറയുന്നത് കോസഫറിങ് എന്നാണ്. ഒരുമിച്ച് സഹിക്കുക. ഒരാളുടെ പ്രതിസന്ധിയിൽ കൂടെ നിന്ന് അവനോട് ചേർന്ന് സഹിക്കുക എന്നുള്ളതാണ്. ഒരുവൻ്റെ സങ്കടത്തിൽ ചേർന്ന് നിൽക്കുകയും അതിൽ നിന്ന് അവനെ പുറത്തു കടക്കാൻ
പുറത്തു കടക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതിനെയാണ് കമ്പാഷൻ എന്ന് പറയുന്നത്. സിമ്പതി ആൻഡ് എമ്പതി ഉണ്ടല്ലോ, ഇതൊരു എമ്പതിയാണ്. അതായത് ഒരുത്തൻ്റെ പ്രയാസങ്ങളിൽ കൂടെ നിൽക്കുകയും അതിൽ നിന്നും അവനെ പുറത്തു കടക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നതിനെയാണ് കമ്പാഷൻ എന്ന് പറയുന്നത്. അപ്പം കമ്പാഷൻ, ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞ ഒരു കമ്പാഷൻ ഉണ്ടാകും. യേശുക്രിസ്തുവിനെ പോലെ കമ്പാഷൻ കാണിച്ചവർ ആരുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. യേശു പലയിടത്തും പറയുന്നത് യേശുവിൻ്റെ അനുകമ്പ അല്ലേ. വിധവയുടെ മകനെ യേശു ഉയർപ്പിച്ചത് അനുകമ്പ കൊണ്ടാണ്. വിശന്നു വന്ന ജനം തളർന്നു പോകുമെന്ന് കണ്ടിട്ട് അവരോട് യേശുവിന് അനുകമ്പ തോന്നി. കുഷ്ഠരോഗിയായ മനുഷ്യനോട് യേശുവിന് അനുകമ്പ തോന്നി. ഇടയനില്ലാത്ത ആടുകളെ പോലെ ജനം ചിതറിപ്പോന്ന് കണ്ടിട്ട് യേശുവിന് അവരോട് അനുകമ്പ തോന്നി. യേശുവിന് അനുകമ്പ തോന്നി, കമ്പാഷൻ. ആ കമ്പാഷൻ നമ്മളിലേക്കും യേശു തരുന്നുണ്ട്. ആ ഒരു കമ്പാഷൻ നമുക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധ അമ്മ കമ്പാഷനുള്ള ആളായിരുന്നു അല്ലേ. ഞാൻ ഇപ്പം പലപ്പോഴും പറഞ്ഞതാണ് ഖലീൽ ജിബ്രാൻ്റെ ഒരെണ്ണം, സങ്കടങ്ങളിൽ കൂടെ നിൽക്കുന്ന, അത് ഖലീൽ ജിബ്രാൻ പറയുന്നൊരു കോട്ടിംഗ് ഉണ്ട്. ഒരുവൻ്റെ സന്തോഷങ്ങളിൽ നിങ്ങൾ കൂടെ നിൽക്കുകയും അവൻ്റെ സങ്കടങ്ങളിൽ നിങ്ങൾ കൂടെ നിൽക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗരാജ്യത്തിലേക്കുള്ള 7 കവാടങ്ങളുടെ ഒന്നിൻ്റെ താക്കോൽ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പം സങ്കടങ്ങളിൽ കൂട്ടു നിൽക്കുമ്പോൾ സ്വർഗത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പ് കയറാം. സങ്കടങ്ങളിൽ കൂട്ടു നിൽക്കാതിരിക്കുമ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ ഒരു താക്കോൽ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഒരു സ്റ്റെപ്പ് കയറാനുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ സങ്കടങ്ങളിൽ കൂട്ടു നിൽക്കുമ്പോൾ സ്വർഗരാജ്യത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പ് കയറാം. വേറെ അടുത്ത് പറയുന്നു, ദാനധർമ്മം ചെയ്യുമ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ മറ്റൊരു സ്റ്റെപ്പ് കയറാം. അങ്ങനെ സ്വർഗരാജ്യത്തിലേക്ക് ധാരാളം സ്റ്റെപ്പുകളുണ്ട്. അത് ഓരോ പുണ്യപ്രവർത്തികളിലൂടെയാണ് കയറിപ്പോകുന്നത്. പോട്ടെ, പരിശുദ്ധ അമ്മയെ ഒന്ന് പരിശോധിച്ച്, അമ്മയ്ക്ക് കൃപ ലഭിച്ചതിനെ പറ്റി പറയുന്നില്ലേ? ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അമ്മയ്ക്ക് കൃപ ലഭിച്ചു. ലൂക്കോസിന്റെ വിശേഷം 1:28 കൃപ ലഭിച്ചവളായിരുന്നു അമ്മ. എന്താ കൃപ ലഭിച്ചവരുടെ പ്രത്യേകത? കൃപ ലഭിച്ചവരുടെ ആശംസയ്ക്കൊരു പ്രത്യേകതയുണ്ട് അല്ലേ. കൃപ ലഭിച്ച അമ്മ എലിസബത്തിൻ്റെ അടുക്ക ചെന്നൊരു ആശംസ നടത്തി. അപ്പോൾ എന്താ സംഭവിച്ചത് പറഞ്ഞത്? എലിസബത്തിൻ്റെ ഗർഭത്തിൽ കിടന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു തുള്ളിയതാണ്. കൃപ ലഭിച്ചവരുടെ ആശംസകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവര് നമുക്ക് ആനന്ദമുണ്ടാക്കും. കൃപ ലഭിച്ചവരുടെ ആശംസകൾ ആനന്ദമുണ്ടാക്കും, ആശ്വാസം നൽകും, ക്ലേശത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയും. യെശയ്യാപ്രവചനന്റെ പുസ്തകം ഒന്ന് ശ്രദ്ധിച്ച്, അത് നമുക്ക് ലഭിക്കേണ്ട ഒരു കാര്യമാണ്. യെശയ്യാപ്രവചനം 50:4. യെശയ്യാപ്രവചനം 50:4. യഹോവയായ ദൈവം ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. തളർന്നിരിക്കുന്നവരെ വാക്കുകൾ കൊണ്ട് താങ്ങേണ്ടതിന് യഹോവയായ കർത്താവിനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. എന്തിനാ ശിഷ്യന്മാരുടെ നാവ് തന്നത്? തളർന്നിരിക്കുന്നവരെ വാക്കുകൾ കൊണ്ട് താങ്ങാൻ അറിയേണ്ടതിന്. തളർന്നിരിക്കുന്നവരെ വാക്കുകൾ കൊണ്ട് താങ്ങാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവിനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ഇല്ലേ? സങ്കീർത്തനം ഞാൻ ഇവിടെ നിന്ന് വായിച്ചപ്പോൾ എനിക്ക് സങ്കീർത്തനത്തിൽ പെട്ടെന്ന് ശ്രദ്ധയപ്പെട്ട ഒരു കാര്യമുണ്ട്. വ്യസനിപ്പിക്കുന്ന ആശ്വാസകരം. ഒരു സങ്കീർത്തനത്തിൽ പറയുന്നതാണ്, എൻ്റെ അടുക്കൽ വന്നിട്ട് അവരെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകരം അല്ലേ. നമ്മളൊക്കെ ചിലരെ ആശ്വസിപ്പിക്കാൻ പോകുമ്പോൾ അവർക്ക് വ്യസനം ഉണ്ടാക്കും, അങ്ങനെയല്ലേ? വ്യസനിപ്പിക്കുന്ന ആകുവാനല്ല, ആനന്ദവും സന്തോഷവും കൊടുക്കുന്ന ആശ്വാസകരാക്കണം അല്ലേ. ഇയ്യോബിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചേ, ഇയ്യോബിൻ്റെ സുഹൃത്തുക്കൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു 3 പേരും. പക്ഷേ ഇയ്യോബിനെ വ്യസനിപ്പിക്കുന്ന സുഹൃത്തുക്കളായിരുന്നു. നമ്മൾ വ്യസനിപ്പിക്കുന്ന സുഹൃത്തുക്കളാണോ എന്ന് നോക്കണം. നമ്മുടെ വാക്കുകൾ ഒരു മനുഷ്യനെ വ്യസനിപ്പിക്കുകയാണോ, അവൻ ആശ്വാസം കൊടുക്കുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് യഹോവയായ ദൈവം നമുക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നത് തളർന്നിരിക്കുന്നവനെ വാക്കുകൾ കൊണ്ട് താങ്ങേണ്ടതിനാണ്. അമ്മ കൃപ കൊണ്ട് നിറഞ്ഞപ്പോൾ അമ്മയ്ക്ക് കിട്ടിയ പ്രത്യേകത ശ്രദ്ധിച്ചേ. അമ്മ കൃപ കൊണ്ട് നിറഞ്ഞപ്പോൾ അമ്മ ശ്രദ്ധാലുവായി. എന്തിൻ്റെ കാര്യത്തിലാ? മറ്റുള്ളവരെ പരിഗണിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധാലുവായി. എലിസബത്തിൻ്റെ അടുക്കൽ പോയി എലിസബത്തിനെ ശുശ്രൂഷിക്കുന്നതിൽ ശ്രദ്ധാലുവായി. 2, അമ്മ സമചിത്തതയുണ്ടായി. അമ്മയ്ക്ക് ദൈവത്തിൻ്റെ കൃപ കിട്ടുമ്പോൾ സമചിത്തതയുണ്ടാകും.
എന്താ സമചിത്തത? സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ഒരേ മനസ്സ്, അല്ലേ? ക്രൂശിന്റെ ചുവട്ടിൽ അമ്മ നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നു. കാൽവറി ക്രൂശിൽ തൻ്റെ മകൻ ക്രൂശിൽ കിടക്കുമ്പോൾ അമ്മ ആ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ് സമചിത്തതയോട്. ദൈവത്തിൻ്റെ കൃപ നിൽക്കുമ്പോഴാണ് സമചിത്തത ഉണ്ടാകുന്നത്. പൗലോസ്ലീഹ ഫിലിപ്പിയ ലേഖനത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, വിശന്നിരിപ്പാനും തൃപ്തനായിരിക്കാനും സമർത്ഥിയിരിക്കാനും എനിക്കറിയാം, ഞാനതൊക്കെ ശീലിച്ചിട്ടുണ്ട്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. അപ്പം സമചിത്തതയോടുകൂടി ജീവിക്കുവാനുള്ള കഴിവ്. ഖലീൽ ജിബ്രാൻ്റെ ഒരു വാക്ക് ഞാൻ കൊണ്ടുവന്നോട്ടെ. യേശുക്രിസ്തുവിനെ പറ്റി പറയുന്ന കാര്യമാണ്, വളരെ മനോഹരമായൊരു കൊട്ടേഷനാണത്. യേശുക്രിസ്തുവിനെ പറ്റി ഖലീൽ ജിബ്രാൻ പറയുന്നത് പ്രകാരമാണ്: നിന്റെ ക്ലേശങ്ങളിൽ നീ പൂക്കളോട് സല്ലപിക്കുന്ന വസന്തത്തെക്കാൾ സന്തുഷ്ടനായിരുന്നു. എന്താ യേശുവിനെ പറ്റി പറയുന്നത്? നിന്റെ ക്ലേശങ്ങളിൽ, യേശുവിൻ്റെ ക്ലേശങ്ങളിൽ, യേശുവിൻ്റെ സങ്കടങ്ങളിൽ എങ്ങനായിരുന്നു യേശു? വസന്തത്തോട്. എൻ്റെ വാക്കുകൾ പെട്ടെന്ന് നിർത്തുകയാണ്. യേശുവിനെ പറ്റി പറഞ്ഞത്, നിന്റെ ക്ലേശങ്ങളിൽ നീ പൂക്കളോട് സല്ലപിക്കുന്ന വസന്തത്തെക്കാൾ സന്തുഷ്ടനായിരുന്നു. ക്ലേശകാലങ്ങളെ വസന്തകാലമാക്കി മാറ്റി. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയുമ്പോൾ ക്ലേശകാലങ്ങളെ വസന്തകാലങ്ങളാക്കി മാറ്റാൻ പറ്റും. എന്ന് പറഞ്ഞാൽ മനോഹരമായ പുഷ്പങ്ങൾ നിറയും ജീവിതത്തിൽ. സങ്കടങ്ങളിലും മനോഹരമായ പുഷ്പങ്ങൾ നിറയും ദൈവത്തിൻ്റെ കൃപയിൽ നിറയുമ്പോൾ. അടുത്തൊരു വാക്കുകൂടെ പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്തുകയാണ്. കമ്പാഷൻ. അടുത്തത് എനർജി. ഈ എന്ന വാക്ക്, എനർജി. എനർജി ദ സ്പിരിറ്റ് ദാറ്റ് കാറ്റലൈസസ്. എനർജി എന്ന് പറഞ്ഞാൽ ആ സ്പിരിറ്റ് എന്ത് ചെയ്യും? നമ്മളെ കാറ്റലൈസ് ചെയ്യും. കാറ്റലൈസ് ചെയ്ത് നമ്മളെ ഉത്തേജിപ്പിക്കുന്ന ശക്തിയാണ് ദൈവകൃപ. നമ്മളെ ഉത്തേജിപ്പിക്കും. ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്സ് ഗ്രേസ് ഗ്രാൻഡ്സ് പവർ. ദൈവത്തിൻ്റെ കൃപ നമുക്ക് ശക്തി നൽകും. വെല്ലുവിളികളെ അതിജീവിക്കുവാനും പ്രലോഭനങ്ങളെ ചെറുക്കുവാനുമുള്ള ശക്തി. ആ ശക്തിയാണ് നമുക്ക് ദൈവം നൽകുന്നത്. സെക്കൻഡ് തീമോത്തി 1:6 തീമോത്തിയോസിനോട് പൗലോസ്ലീഹ പറയുന്നൊരു വാക്കാണ്: എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണം. കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണം. പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആശ്വാസം നൽകും, നമുക്ക് ശക്തി നൽകും, നമുക്ക് പ്രത്യാശ നൽകും, ആന്തരിക നവീകരണം ഉണ്ടാക്കും. അപ്പോൾ വലിയൊരു എനർജിയാണ്, വലിയൊരു ശക്തിയാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ആ ദൈവകൃപയാകുന്ന ശക്തി നമ്മളെ ഉത്തേജിപ്പിക്കും. പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള വലിയ കൃപ കൊണ്ടും ബലം കൊണ്ടും നമ്മളെ നിറയ്ക്കും. ആന്തരിക നവീകരണം, ആശ്വാസം, ശക്തി, പ്രത്യാശ എല്ലാം നൽകുന്നത് ദൈവകൃപയാണ്. 2 കൊരിന്ത്യർ 9:1 കൃപ വ്യർത്ഥമാക്കരുത്. ദൈവം നൽകിയിരിക്കുന്ന കൃപ വ്യർത്ഥമാക്കരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ പ്രാർത്ഥിക്കേണ്ടി? ദൈവമേ, നിന്റെ കൃപ എനിക്ക് നൽകണമേ. നിന്റെ കൃപ തന്ന് നിന്റെ വഴി എന്നെ അറിയിച്ചോ. മോസസ് പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ, നിന്റെ കൃപയാൽ നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണമേ. ദൈവത്തിൻ്റെ കൃപയിൽ നിറയണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ദൈവത്തിൻ്റെ കൃപ വേണം. എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയൂ. എന്തിനാണ്? ദൈവത്തിൻ്റെ കൃപ ലഭിക്കാൻ വേണ്ടി. നമ്മുടെ കുട്ടികളൊക്കെ വീഴാതെ തളരാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ പ്രത്യേകമായ പ്രതികൂല സാഹചര്യങ്ങളിൽ നന്മ നിറഞ്ഞവരായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ, തെറ്റായ മാർഗങ്ങളിൽ പോകാതിരിക്കണമെങ്കിൽ, നമ്മളെ വീഴാതെ തളരാതെ നമ്മളെ നടത്തുന്ന ദൈവകൃപയുണ്ടല്ലോ, ആ ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ കൃപ കൊണ്ട് എന്നെ ഒന്ന് നിറയ്ക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി പരിശുദ്ധമായ ദേവാലയത്തിൽ വന്ന് പരിശുദ്ധനായ പരിമളത്തിനുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷ നടത്താൻ കിട്ടിയ അവസരത്തിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം. അവസരം നൽകാൻ പ്രിയപ്പെട്ട എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം വീണ്ടും വലിയ കൃപകൾ കൊണ്ട് നമ്മളെ ഏവരെയും നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലസ്.